ഇപ്പം ഇന്ത്യയുടെ മീഡിയയും ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതും എന്തുകൊണ്ടാണ് ഈ ഗ്ലോബൽ മീഡിയക്കകത്ത് പ്രാധാന്യമില്ലാത്തത്? നോക്കെ, ടാരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒരു ഗ്ലോബൽ മീഡിയ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യക്കാർ, ബിസിനസ്സുകാർ, ഇവിടെയുള്ള സാധാരണക്കാരന് ജോലി പോകും. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും BJP അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താ കാരണം? അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ വൃത്തികെട്ട ഇൻ്റർനാഷണൽ മീഡിയയോടുള്ള നയം. അതോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. 2 ദിവസം മുമ്പ് അമേരിക്കൻ ലോബിയിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്, പാത്ത്ഫൈൻഡർ. എന്തിനാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോയിട്ട് പുതിയ സൈൻ ചെയ്തവരുമായിട്ട് അമേരിക്കൻ പൊളിറ്റീഷ്യൻസിനെ ലോബിങ് ചെയ്യാൻ വേണ്ടി? എന്താ കാര്യം? എന്താ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം, അമേരിക്കയുടെ സപ്പോർട്ടില്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ചൈനയോടോ റഷ്യയോടൊക്കെ നിങ്ങൾ പറഞ്ഞു, പക്ഷെ അമേരിക്കൻ സപ്പോർട്ടില്ലാതെ ഗ്ലോബലായിട്ട് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഞാൻ 100% പറയാം. നിങ്ങൾ എത്രമാത്രം അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അത് ഗുണിക്കുന്നു, ഇത് ഗുണിക്കുന്നു. കാരണം ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇത് കുറച്ച് മുമ്പ്, ഒരു 10-25 വർഷം മുമ്പ് നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. അതായത് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ആനയെ കൊണ്ട് എരുത്തിലേക്ക് കെട്ടാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ എലിഫൻ്റാണ് ഈ സംഭവം, ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ഇതിനെ പോയി ഇത് മെലിഞ്ഞ് ഒരു തൊഴുത്തിലെങ്ങനെ കൊണ്ടുപോയി കെട്ടും?